ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യല് നമ്മുടെ താറാവാണ് കേട്ടോ. താറാവും പാൽ കപ്പയും അടിപൊളി കോംബോയല്ലേ. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ താറാവിനെ തോലൊക്കെ കളഞ്ഞ് ഇനി കഷ്ണങ്ങളാക്കാൻ പോവാണ്. പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് വേവിക്കുന്നത് കേട്ടോ. ഒരു 5-6 വിസിൽ അടുപ്പിച്ചെടുത്ത് ആണ് വേവിക്കുന്നത്. നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ചെറിയുള്ളി, വെളുത്തുള്ളി, സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ചെറിയ ജീരകം, വലിയ ജീരകം എന്നിങ്ങനെ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അതൊക്കെ കാണിക്കാനുള്ളൊരു ടൈമില്ലായിരുന്നു. നമുക്ക് ഗസ്റ്റും ഉണ്ടായിരുന്നു. അവരും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് വല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാനിത് താളിച്ചൊഴിച്ചതാണ് കേട്ടോ. ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടുകൊണ്ട് ഞാൻ താളിച്ചതാണ്. അങ്ങനെയാണ് നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട്. വലിയ കറിയാക്കിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഗ്രേവി ടൈപ്പിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കുറുകിയ ടൈപ്പിലാണ്. പാൽക്കപ്പ ഞാൻ ഉണ്ടാക്കിയത് കുക്കറിൽ ചെറിയ കഷ്ണങ്ങളായി കപ്പ വേവിച്ചെടുക്കാൻ കേട്ടോ. ഉപ്പ് ഇട്ടാണ്ട് പിന്നെ അത് നല്ലപോലെ കുത്തി അടച്ചതിന് ശേഷം പച്ചമുളകും സവാളയും ചെറുതാക്കി അരിഞ്ഞാണ്ട് ഇട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ച് നല്ലതുപോലെ കുത്തി അടച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ താളിച്ചൊഴിക്കാം. അടിപൊളി പാൽക്കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായി വരും, കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗസ്റ്റൊക്കെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ. നല്ല അടിപൊളി പാൽക്കപ്പയും താറാവ് ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അവർക്കൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുക്കാം. അവരിവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വിശദമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പറ്റുന്ന പോലെയൊക്കെ എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്തെടുക്കുക. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.